ഗൈസ് നമ്മുടെ IMSCയുടെ ആപ്ലിക്കേഷൻ ഫോം നമുക്കിന്ന് ഓപ്പണായി വന്നിട്ടുണ്ട്. വന്നിട്ട് ഒരാഴ്ചയായി. വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. സോ നമുക്ക് ഇന്ന് എന്തായാലും ജസ്റ്റ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന രീതിയും എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫോം എടുക്കുന്ന രീതിയും ജസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓൾറെഡി ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ലിങ്ക് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ IMSCയുടെ ആ ഒരു ഒഫീഷ്യൽ പേജിലോട്ടായിരിക്കും പോകുന്നത്. സോ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഫോം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കാം. സോ മാക്സിമം എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻ എങ്ങനെ ഇതിനകത്ത് അറിയിക്കുന്നതെങ്കിൽ. സോ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ജോയിൻ ചെയ്യുക. അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫുൾ യൂസ്ഫുൾ ആയിട്ടുള്ള IMSCയുടെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ്റെ രീതിയും കാര്യങ്ങളെല്ലാം ഞാൻ ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും. സോ വേണ്ടവർക്ക് ജസ്റ്റ് അതിനകത്ത് ജോയിൻ ചെയ്യാം. നമുക്ക് ജസ്റ്റ് എന്തായാലും ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫോം എടുക്കുന്നത്, എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നിങ്ങൾ ആ ഒരു ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. സോ ഇവിടെ നമ്മുടെ IMSCയുടെ മെയിൻ ഒഫീഷ്യൽ ഹോം പേജാണ്. ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും CT കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ. ഇവിടെ നമുക്ക് ഇപ്പോൾ നിലവിൽ അഡ്മിറ്റ് കാർഡൊന്നും വന്നിട്ടില്ല, എല്ലാം വരുന്നേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് ഇവിടെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലോഗിൻ എന്നുള്ള കാര്യമുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എക്സാം ഇടുന്നതെങ്കിൽ ജസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ ഫസ്റ്റ് കാണുന്ന ഈ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ ഇത് രജിസ്ട്രേഷൻ സെക്ഷനിലോട്ടായിരിക്കും നിങ്ങൾ ജസ്റ്റ് റീഡയറക്റ്റ് ചെയ്ത് പോകുന്നത്. എനിക്കന്നേരം ഈ ഒരു പേജ് ഓപ്പണായി വരും. താഴോട്ട് പോകുമ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബേസിക് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ഡോക്യുമെൻ്റ്, പേയ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി മുമ്പ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ്. സോ അത് അവരാണെങ്കിൽ ജസ്റ്റ് ലോഗിൻ ചെയ്യുക. അല്ല പുതിയ ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ന്യൂ രജിസ്ട്രേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു രണ്ട് അവരുടെ IMSCയുടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് അതൊന്ന് വായിക്കുക. ഇതിന് ഓപ്പൺ ആക്കിയാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി ജസ്റ്റ് ഒന്ന് വിട്ടേക്കാണ്. നിങ്ങൾ പക്ഷേ അത് ടിക്ക് ചെയ്യുന്നതിന് മുമ്പ് വായിച്ച് നോക്കുക എന്തൊക്കെയാണ് IMSCയുടെ ആ ഒരു പ്രോസ്പെക്ടസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ടിക്ക് കൊടുക്കുക. സോ ഞാൻ എന്തായാലും ജസ്റ്റ് ഡയറക്റ്റ് ടിക്ക് കൊടുത്ത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് സംഭവം നടക്കുന്നതെന്ന്. സോ ഒത്തിരി ഞാൻ വീഡിയോ വലിച്ചു തരുന്നില്ല. ന്യൂ രജിസ്ട്രേഷൻ നിങ്ങൾ കൊടുക്കുമ്പോൾ ഈ ഒരു ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റെപ്പാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഫേസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐഡൻറ്റിറ്റി സ്റ്റേറ്റ്, കാൻഡിഡേറ്റ് പ്രൊഫൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പരിപാടിയുണ്ട്. ഇവിടെ നിങ്ങൾ ഓരോന്നിലും നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റ് ഓരോന്ന് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ പ്രൊസീഡ് ചെയ്ത് പേയ്മെൻറ്റും പേ ചെയ്യുക. അത്രേ ഉള്ളൂ. കൂടുതൽ അതിനകത്ത് പ്രത്യേകിച്ച് കൺഫ്യൂഷൻ വരുന്ന ഒരു ഓപ്ഷൻസും അവിടെ നിങ്ങൾക്ക് വരുന്നില്ല. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് നെറ്റ്വർക്കൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെ നോക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും. സോ ഞാൻ വീഡിയോ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ജസ്റ്റ് ജോയിൻ ചെയ്തേക്കുക. സോ വീഡിയോ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യുന്ന പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.